ഡിസംബർ 20 സൈലോസിലെ വിശുദ്ധ ഡൊമിനിക്. സ്പെയിനിലെ ലാ റിയോജയിലെ കാനാസിൽ വളരെ എളിമയുള്ള മാതാപിതാക്കളുടെ മകനായി സൈലോസിലെ വിശുദ്ധ ഡൊമിനിക് ജനിച്ചു. ബെനഡിക്റ്റൻ സന്യാസി ആകുന്നതിനു മുൻപ് ഡൊമിനിക് ഒരു ഇടയനായി പ്രവർത്തിച്ചിരുന്നു. വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം താമസിയാതെ തുടക്കക്കാരുടെയും പിന്നീട് മുൻഗാമികളുടെയും യജമാനനായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 സഹസന്യാസിമാരും ഗാർസിയ സാഞ്ചസ് രാജാവ് ആശ്രമത്തിൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ എതിർത്തപ്പോൾ അവരെ നാടുകടത്തി. പ്രവാസികൾ ലിയോണിലെ ഫെർഡിനാൻഡ് ഒന്നാമൻ രാജാവിൻ്റെ കീഴിൽ സംരക്ഷണം കണ്ടെത്തി. 1041 അവർ 6 സന്യാസിമാർ മാത്രമുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ജീർണിച്ച ആബിയിൽ സൈലോസ് പട്ടണത്തിൽ അഭയം പ്രാപിച്ചു. ഡൊമിനിക് സമുദായത്തിൻ്റെ മഠാധിപതിയായി നിയമിക്കപ്പെട്ടു. ആശ്രമം ആത്മീയമായും ശാരീരികമായും പുനർനിർമ്മിച്ചു. അദ്ദേഹം റോമനസ് ശൈലിയിൽ ക്ലോയിസ്റ്ററുകൾ നിർമ്മിക്കുകയും ഒരു സ്ക്രിപ്റ്റോറിയം സ്ഥാപിക്കുകയും ആശ്രമത്തെ പുസ്തക രൂപകൽപ്പന, സ്കോളർഷിപ്പ്, സുപ്രധാന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയുടെ കേന്ദ്രവുമാക്കി മാറ്റി. ഡൊമിനിക് രോഗശാന്തി പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തനായി. മൊസാറാബിക് ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായി ഈ ആശ്രമം മാറി. പുരാതന സ്പെയിനിലെ വിസിഗോത്തിക് ലിപി സംരക്ഷിക്കപ്പെട്ടു. സമ്പന്നരായ രക്ഷാധികാരികൾ ആശ്രമത്തിന് സംഭാവന നൽകി. മൂറുകൾ തടവിലാക്കിയ ക്രിസ്ത്യാനികളെ മോചിപ്പിക്കാൻ ഡൊമിനിക് ഫണ്ട് സ്വരൂപിച്ചു. ഗുസ്മാനിലെ ഏറ്റവും അറിയപ്പെടുന്ന വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അമ്മ ആസയിലെ വാഴ്ത്തപ്പെട്ട ജോവാൻ മകനെ ഗർഭം ധരിക്കുന്നതിനു മുൻപ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതായി പറയപ്പെടുന്നു. അവൾ അവന് പേരിട്ടു. ആ മകൻ വളർന്ന് ഡൊമിനിക്കൻ ക്രമം തുടങ്ങും. അങ്ങനെ ഡൊമിനിക്കിൻ്റെ പ്രത്യേക രക്ഷാകർതൃത്വം ഗർഭധാരണവുമായി ബന്ധപ്പെട്ടു. 1931 രണ്ടാം സ്പാനിഷ് റിപ്പബ്ലിക് സ്ഥാപിതമാകുന്നതുവരെ സ്പെയിനിലെ രാജ്ഞികളെ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ അബ്ബാസിയൻ ക്രോസിയർ ഉപയോഗിക്കുകയും അവർ പ്രസവവേദന അനുഭവിക്കുമ്പോൾ അവരുടെ കിടക്കയിൽ അത് വയ്ക്കുകയും ചെയ്തു. 1073 ഡിസംബർ 20 അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ആശ്രമത്തിൽ 40 സന്യാസിമാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആശ്രമവും സീലോസ് പട്ടണവും അദ്ദേഹത്തിനായി പുനർനാമകരണം ചെയ്യപ്പെട്ടു.